പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-ഉം 39-ഉം വാക്യം. യേശു പള്ളിയിൽ നിന്ന് ഇറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. 39-ാം വാക്യം. യേശു അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അതവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് യേശുവിനെ ശുശ്രൂഷിച്ചു. ദൈവത്തിന് മഹത്വം. നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് സൗഖ്യമാക്കിയിട്ടുള്ള അനേക രോഗങ്ങളെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. അമ്മയുടെ ഉദരത്തിൽ നിന്ന് രോഗികളായി പിറന്ന, ബലഹീനരായി പിറന്ന ചില രോഗികളുണ്ടായിരുന്നു. അന്ധന്മാർ, അല്ലെങ്കിൽ കുരുടന്മാർ, ചെകിടന്മാർ, ഊമന്മാർ, മുടന്തന്മാർ, അങ്ങനെ പല രീതിയിൽ ജന്മനാൽ വൈകല്യമുള്ള പല രോഗികളെയും കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവരെയൊക്കെ സൗഖ്യമാക്കി. ദൈനംദിന ജീവിതത്തിലെ താളപ്പിഴകൾ കൊണ്ട് രോഗികളായി തീർന്ന അനേകരുണ്ടായിരുന്നു. രക്തസ്രാവമുള്ള സ്ത്രീ, കുഷ്ഠരോഗികളായിട്ടുള്ളവർ, അങ്ങനെ പല രീതിയിൽ വരണ്ട കൈയുള്ള മനുഷ്യൻ, കൂനിയായ സ്ത്രീ എന്ന് വേണ്ട പല രീതിയിലും ജീവനങ്ങളുടെ ഇടയിൽ രോഗികളായി തീർന്നവരെയും കർത്താവ് സൗഖ്യമാക്കി. പല ബന്ധനങ്ങളിൽ ഇരുന്നവരെ വിടുവിച്ചു. പല ഭൂതഗ്രസ്തരെ കർത്താവ് സ്വതന്ത്രരാക്കി. എന്നാൽ കർത്താവ് നടത്തിയിട്ടുള്ള സൗഖ്യ ശുശ്രൂഷകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു രോഗസൗഖ്യ ശുശ്രൂഷയാണ് കർത്താവ് പത്രോസിന്റെ ഭവനത്തിൽ നടത്തിയിട്ടുള്ളത്. നമ്മൾ അതിനെ വ്യക്തമായി പഠിച്ചു നോക്കുമ്പോൾ കർത്താവ് പത്രോസിന്റെ ഭവനത്തിൽ വരെ ഒന്ന് പോകാൻ കർത്താവിനൊരു ആത്മപ്രേരണയുണ്ടായി. അങ്ങനെ യേശു ആത്മപ്രേരണയായി പോയ സ്ഥലങ്ങളിലെല്ലാം ചില ശുശ്രൂഷകൾ പിതാവായ ദൈവത്താൽ നിയന്ത്രിതമായി ചിലയിടത്തൊക്കെ കർത്താവിന് നടത്തേണ്ടതായിട്ട് വന്നു. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു ആത്മനിയോഗത്താൽ അങ്ങനെയുള്ള ഭവനങ്ങളിൽ കർത്താവ് അതിൻ്റെ പിന്നിലുള്ളതായ ആ രഹസ്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസിന്റെ ഭവനത്തിൽ വന്ന ഉടനെ കർത്താവിന് ഒരറിവ് കിട്ടി. ആ ഭവനത്തിലുള്ളവരും ചുറ്റുപാടിലുള്ളവരുമെല്ലാം യേശുവിൻ്റെ അടുത്ത് വന്ന് ഒരു വലിയ വിശേഷം കർത്താവിനോട് പറഞ്ഞു. പത്രോസിന്റെ അമ്മാവിയമ്മ സൗഖ്യമില്ലാതെ കഠിന ജ്വരം ബാധിച്ച് വലഞ്ഞിരിക്കുകയാണ്. അവിടെ ഉപയോഗിച്ച വാക്ക് വലഞ്ഞിരിക്കുകയാണെന്നാണ്. അങ്ങനെ ആ മനുഷ്യരെല്ലാം കൂടിയവരെല്ലാവരും ചേർന്ന് യേശുവിനോട് ഈ മാതാവിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ അമ്മ ആ ദേശത്തിനും ആ ഭവനത്തിനും ആ കൂടിയിരുന്നവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട അമ്മയായിരിക്കണം. ചില അമ്മമാരങ്ങനെയാണ്. ചില ഭവനങ്ങളിൽ അമ്മമാരൊരു വിളക്കാ, അയൽവക്കത്തൊരു വിളക്കാ, ദേശത്തിനൊരു പ്രകാശമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന അമ്മമാർ പല ഭവനങ്ങളിലുമുണ്ട്. ചില അമ്മമാരുടെ സാന്നിധ്യം ആരും, സ്വന്തം കുഞ്ഞുങ്ങൾ പോലും ഇഷ്ടപ്പെടത്തില്ല. ഈ അമ്മ എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല അമ്മമാരുമുണ്ട്. ചില അമ്മമാരുണ്ട് ആർക്കും ദോഷവുമില്ല, ഗുണവുമില്ല, ഒരു നന്മയും ആർക്കും ചെയ്യത്തില്ല, ആർക്കും ദോഷവും ചെയ്യാത്ത ചില അമ്മമാരുമുണ്ട്. എന്നാൽ പത്രോസിന്റെ അമ്മാവിയമ്മയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു സൗഖ്യമുണ്ടാകണം, അവൾ ബലപ്പെട്ടിരിക്കണം എന്ന് ദേശക്കാരും ആ ഭവനക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ആഗ്രഹിച്ച ഒരു വിഷയം. കാരണം അവളിൽ ഒരു സൽപ്രവൃത്തിയുണ്ട്, ഒരു നീതി പ്രവൃത്തി അവൾക്ക് ചെയ്യാനുണ്ട്. അവൾ അങ്ങനെ ചെയ്യുന്നവളായിരുന്നു. അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. യേശു അവൾക്ക് സൗഖ്യമില്ല, ഈ മാതാവിന് സൗഖ്യമില്ല എന്നുള്ള ഒരു വാർത്ത കേട്ട ഉടനെ അവളുടെ അടുത്ത് ചെന്ന് ഉടനെ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്ന് കർത്താവ് അവളോട് പറയുകയല്ല ചെയ്തത്. അവിടെ നാം വായിക്കുന്നത് അവളെ യേശു കുനിഞ്ഞു നോക്കി. നാം ഒരു രോഗവുമായി, ഒരു കഠിന ജ്വരം അല്ലെങ്കിൽ ഒരു ടൈഫോയിഡ് അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ, കഠിന ജ്വരം എന്ന് പറഞ്ഞാൽ അത് പനി മൂത്ത് അതങ്ങ് കൂടിക്കഴിയുമ്പോൾ കഠിന ജ്വരമാകും. ആ കഠിന ജ്വരം നമുക്ക് ടൈഫോയിഡായിട്ടും ന്യൂമോണിയ ആയിട്ടും ഒക്കെ വരാം. അങ്ങനെ ഒരു രോഗവുമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ പെട്ടെന്ന് പൊടുന്നനവേ നമുക്ക് ആൻറ്റിബയോട്ടിക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളെ ബ്ലഡ് പരിശോധിക്കും,
നമ്മുടെ ശരീരത്തെ ആകമാനം ഒരു പരിശോധനകളൊക്കെ നടത്തും. നമ്മുടെ യൂറിൻ എല്ലാം ഒന്ന് പരിശോധിക്കും, അങ്ങനെ സ്കാൻ ചെയ്യും, എക്സ്റേ എടുക്കും. എന്തുകൊണ്ട് ഈ രോഗം നമ്മളിൽ ഇത്രത്തോളം മൂർച്ഛിച്ചിരിക്കുന്നു എന്ന് ഒന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും ഒരു നല്ല ഡോക്ടർ നടത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ന് പറഞ്ഞതുപോലെ തന്നെ യേശു ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് അവളെ കുനിഞ്ഞു നോക്കി. ഇവളിൽ കഠിന ജ്വരം ബാധിച്ച് അല്ലെങ്കിൽ ഇവളെ ഇത്രത്തോളം വലയ്ക്കുവാൻ കാരണമെന്താണെന്ന് അറിയുവാൻ കർത്താവ് അവളെ കുനിഞ്ഞു നോക്കി. അതിനുശേഷം കർത്താവിന് എന്തോ മനസ്സിലായതോടുകൂടി കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ കഠിന ജ്വരത്തെ ശാസിച്ചുടനെ കഠിന ജ്വരം വിട്ടുമാറി. അതിൻ്റെ അർത്ഥം ശാസനയുടെ ശബ്ദം ഈ കഠിന ജ്വരത്തിന് കേൾക്കാൻ കഴിഞ്ഞു. വിട്ടുമാറി എന്ന് പറഞ്ഞാൽ അതിന് സഞ്ചാരശേഷിയുണ്ട്. ചില രോഗങ്ങൾ അങ്ങനെയാ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക്, അങ്ങനെ ചില രോഗങ്ങൾ കാലങ്ങളും സമയങ്ങളും ദിവസങ്ങളും ചില മുഹൂർത്തങ്ങൾ നോക്കി വരെ സഞ്ചരിക്കുന്ന രോഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇതുപോലൊരു രോഗമായിരുന്നു അവളിൽ ബാധിച്ച് ആ ബാധയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ട ഉടനെ, അവൾ എഴുന്നേറ്റ ഉടനെ എന്താണ് ചെയ്തതെന്നറിയാമോ? യേശുവിനെ ശുശ്രൂഷിച്ചു. എന്ന് പറഞ്ഞാൽ അവളിലുള്ളതായ ശുശ്രൂഷയെ നിർത്തിക്കളയുവാൻ, സൽപ്രവൃത്തിയെ നിർത്തിക്കളയുവാൻ, അല്ലെങ്കിൽ നീതി പ്രവൃത്തികളെ നിർത്തിക്കളയുവാൻ വേണ്ടി അവളെ ബാധിച്ചിരുന്ന ഒരു ബാധയായിരുന്നു. ആ ബാധ ഉപയോഗിച്ചതായ വേഷം കഠിന ജ്വരത്തിന്റെ വേഷം. പ്രൈസ് ദി ലോർഡ്. അത് വിട്ടുമാറിയ ഉടനെ തന്നെ അവൾ പൂർണ്ണ ആരോഗ്യമുള്ളവളായി. അവളുടെ ആദ്യ പ്രവൃത്തിയിലേക്ക് റിസ്റ്റോറേഷൻ, അവൾ ആദ്യ പ്രവൃത്തിയിലേക്ക് അവൾ തിരികെ വന്നു. ഏതിലേക്ക്? ശുശ്രൂഷയിലേക്ക്. അപ്പൊ ശുശ്രൂഷയ്ക്കുള്ള വരമുള്ള ഒരു അമ്മച്ചിയായിരുന്നത്. ആ അമ്മയ്ക്ക് നല്ല സൽപ്പേര്, ദേശത്തെല്ലാം ഇഷ്ടപ്പെടുന്ന, അയൽവക്കക്കാർക്ക് നാട്ടുകാർക്കുമെല്ലാം ഉപകാരപ്രദയായിട്ടുള്ളവർ, ഉപകാരം ചെയ്യുന്നവർ, എല്ലാവരും സ്നേഹിക്കുന്നവർ. ഈ മാതാവിന്മേൽ ഇങ്ങനെയുള്ളതായ സൽപ്രവൃത്തികളെ കണ്ട അതിന് ദോഷം ചെയ്യുവാൻ, തടസ്സം ചെയ്യുവാൻ അവളിൽ ബാധിച്ചതായ ആ കഠിന ജ്വരം അവളെ വലച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൾ പലപ്പോഴും നോക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ജ്ഞാനം നമ്മളിൽ ആ രോഗം മൂർച്ഛിക്കുവാൻ കാരണമെന്ന്, നമ്മുടെ ബലഹീനതയോ, നമ്മുടെ വിശ്വാസത്തിന് തടസ്സമായോ, ആത്മീയ ജീവിതത്തിന് തടസ്സമായോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തടസ്സമായോ, കുടുംബത്തിന് തടസ്സമായോ, നമ്മുടെ സൽപ്രവൃത്തികൾക്കും സൽപ്പേരിനും തടസ്സമായോ നമ്മോട് വാദിക്കുന്ന അല്ലെങ്കിൽ നമ്മെ തകർക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ചില രോഗങ്ങൾക്ക് ചില രോഗങ്ങളുടെ ആവരണം കാണും. രോഗത്തിൻ്റെ പേരിനാൽ നമ്മെ ഭയപ്പെടുത്തുന്ന ചില സ്വഭാവങ്ങൾ ആ രോഗങ്ങൾ കാണും. എന്നാൽ വേറെ ചില രോഗം വാസ്തവമായി നമ്മുടെ ശരീരത്തിലുള്ള ബലഹീനതകളാൽ, ആ ബലഹീനതകളിൽ ചികിത്സയും ശുശ്രൂഷയും ആവശ്യമാണ്. എന്നാൽ ശുശ്രൂഷയും ചികിത്സയും പ്രാർത്ഥനയും ഫലിക്കാത്ത ചില രോഗങ്ങളുണ്ട്. ചില പൊട്ട അണലികളെ പോലെ, അവയ്ക്ക് കേൾക്കാൻ കഴിയാതെ, കാണാൻ കഴിയാതെ, പൊട്ടന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിലും ശരീരത്തിലും കുടുംബത്തിലും ബാധിച്ചുകൊണ്ട് നമ്മളെ വലച്ചു കളയുന്ന ചില ബാധകളുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മുടെ സൽപ്പേരിനെ നശിപ്പിക്കാൻ, ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ, നീതി പ്രവൃത്തികളെ നഷ്ടപ്പെടുത്തി കളയുവാൻ, നമ്മൾ ദേശത്തുള്ളതായ ദൈവം തന്നിരിക്കുന്ന അഭിമാനത്തിൽ നിന്ന് നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിതരും അപമാനിതരുമാക്കി നമ്മളെ മാറ്റിക്കളയുന്നതിന് വേണ്ടി ചില രോഗങ്ങൾ നമ്മളെ ബാധിക്കും. ഇവരെ എങ്ങനെ കണ്ടുപിടിക്കാം? ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയും? അതൊരു വലിയൊരു ചോദ്യമാണ്. നമുക്കറിയാം, പത്രോസിന്റെ ഭവനത്തിൽ യേശു ചെന്നതിനാൽ യേശു അവളെ കുനിഞ്ഞു നോക്കി. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ തരുന്നതായ ഒരു ദൗത്യമുണ്ട്. നമ്മുടെ ബലഹീനത, നമ്മുടെ രോഗം നമുക്കുണ്ടാകുമ്പോൾ നാം നമ്മളിലേക്ക് കുനിഞ്ഞു നോക്കണം. കുനിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്കൊരു സന്ദർഭം നമ്മൾ ഉചിതമായി നാം ഏറ്റെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മെ പരിശോധിക്കാൻ കഴിയും. എങ്ങനെ? 2 കൊരിന്ത്യർ
13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, പരീക്ഷിപ്പീൻ. അങ്ങനെ നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് കണ്ടുപിടിക്കുവാൻ വേറെ ആർക്കും കഴിയില്ല. വേറൊരു മനുഷ്യർക്ക് കഴിയില്ല, ഒരു പാസ്റ്റർക്ക് കഴിയില്ല, പുരോഹിതന് കഴിയില്ല, ഒരു സഹോദരന് കഴിയില്ല, ഭാര്യയ്ക്ക് കഴിയില്ല, ഭർത്താവിന് കഴിയില്ല, കുഞ്ഞുങ്ങൾക്ക് കഴിയില്ല. നമുക്ക് തന്നെ കഴിയും. നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? അങ്ങനെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, പരിശോധിപ്പീൻ. അങ്ങനെ നിങ്ങൾ കുറ്റമില്ലാത്തവരെന്ന് നിങ്ങൾക്ക് തന്നെ തെളിയുന്നു എങ്കിൽ നിങ്ങളിൽ ക്രിസ്തു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളിൽ വസിക്കുന്നതായ ക്രിസ്തു നമ്മളിലേക്ക് കുനിഞ്ഞു നോക്കി നമ്മളിലുള്ള അങ്ങനെയുള്ള ബാധകളെ ശാസിക്കുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ചില രോഗങ്ങൾ എത്ര മരുന്ന് ചെയ്താലും സൗഖ്യമാവുകയില്ല. ഡോക്ടർമാരുടെ പരിശോധനയിൽ നമുക്ക് രോഗമൊന്നുമില്ലെന്ന് പറയും. എന്നാൽ നമുക്കറിയാം നമുക്ക് രോഗമുണ്ടെന്ന്. ചിലത് എത്ര പ്രാർത്ഥിച്ചാലും പോകാത്ത ചില രോഗങ്ങൾ ബാധയായി നമ്മുടെ കൂടെ കൂടും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുവാൻ, നമ്മളെ ദൈവസ്നേഹത്തെ നഷ്ടപ്പെടുത്തുവാൻ, ദൈവവും നമ്മളുമായി പറഞ്ഞു വെച്ചിട്ടുള്ളതായ ചില ശുശ്രൂഷകൾക്ക് തടസ്സം നിൽക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയ്ക്കുള്ളതായ വരം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ, ശത്രു നമ്മുടെ മേൽ കൊണ്ടുവരുന്നതായ ചില രോഗങ്ങളുടെ പേരിനാൽ ആവരണം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ചില വേഷമണിഞ്ഞുകൊണ്ട് നമ്മളെ പൊട്ടന്മാരെ പോലെ പൊട്ടികളെ പോലെ അത് കൊണ്ടാടിക്കൊണ്ട് നടത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ചിലതുണ്ട്. നോക്കൂ, ഈ കഠിന ജ്വരം കൊണ്ട് പത്രോസിന്റെ അമ്മാവിയമ്മ വലഞ്ഞു. ആ കഠിന ജ്വരം അവളിൽ നിന്ന് പോയ ഉടനെ തന്നെ അവൾ ശുശ്രൂഷയ്ക്ക് പ്രാപ്തിയായി ചാടി എഴുന്നേറ്റു. അവളുടെ ശുശ്രൂഷയിലേക്ക് അവൾ തിരികെ വന്നു. നമ്മളിൽ നിന്ന് ഇങ്ങനെയുള്ള കഠിന ജ്വരത്തിന്റെ വേഷ സംവിധാനം ചെയ്ത ദുരാത്മാവിന്റെ ബാധ മാറുന്ന ഉടനെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ ചില രോഗബാധകൾ നമ്മളിൽ നിന്ന് ഒഴിവാകുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിലേക്ക് നാം ദൈവവുമായി ചെയ്തിട്ടുള്ള ഉടമ്പടിയിലേക്ക് നമുക്ക് തിരികെ വരുവാൻ ഒരു തിരിച്ചുവരവിനുള്ളതായ ഒരു മുഖാന്തരമായി അത് മാറ്റപ്പെടുന്നു. നാം നമ്മെ തന്നെ പരിശോധിക്കുവാൻ പ്രാപ്തരായി തീരണം. നാം നമ്മെ തന്നെ പരീക്ഷിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നിട്ടുള്ളതായ ആ വരം, ശക്തി, ആ പ്രാപ്തി, ആ വിശ്വാസത്തിന്റെ വീര്യം, അത് നാം ഉപയോഗിക്കുമ്പോൾ നാം കൊള്ളരുതാത്തവരെന്ന് നമ്മുടെ മനസ്സിൽ കുറ്റബോധം തരുന്നുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കുവാൻ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ, ദൈവത്തോട് നിരന്നുകൊള്ളുവാനുള്ള സാവകാശം ദൈവം നമുക്ക് തരും. ഇല്ല, ദൈവം നമ്മളിൽ കുറ്റമറ്റതായ ഒരു മനസാക്ഷി തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിൽ ക്രിസ്തു നിലനിൽക്കുന്നു. ആ ക്രിസ്തുവിന് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും, വിടുതലാക്കുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്ഭുതകരമായ ഒരു വിടുതലും സൗഖ്യവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആത്മീക ഗ്രഹങ്ങളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ ഭവനത്തിൽ കടന്നുചെന്ന കർത്താവ് അമ്മാവിയമ്മ ആ മാതാവിലെ കുനിഞ്ഞു നോക്കിയപ്പോൾ അവളിലെ രോഗകാരണം കണ്ടുപിടിച്ചു. അവളിൽ ബാധിച്ചിരിക്കുന്ന ആ രോഗത്തിന്റെ ബാധയുടെ ശക്തിയെക്കുറിച്ച് യേശുവിന് മനസ്സിലായതുപോലെ നാം നമ്മെ തന്നെ പരീക്ഷിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമ്മളെ ബന്ധിപ്പിക്കുന്ന, നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റുന്ന, നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് നമ്മെ മാറ്റുന്ന, സൽപ്രവൃത്തികളിൽ നിന്ന് മാറ്റുന്നതായ അല്ലെങ്കിൽ സൽപ്പേരുകളിൽ നിന്ന് മാറ്റുന്നതായ അനേക നീതിപൂർണമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മെ തകർത്ത് കളയുന്നതായ അനേക പൈശാചിക വേരുകളെ നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവയിന്മേൽ ജയമെടുക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയതായ ആ ശുശ്രൂഷയുടെ ആത്മാവ്, ആ സൽപ്പേരിന്റെ ആത്മാവ്, ഏത് കാര്യം നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ജീവിതം ദൈവവുമായി നാം ആഗ്രഹിച്ചുവോ ആ ആഗ്രഹത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുവാൻ അതിന് നമുക്ക് സാധിക്കും. അങ്ങനെ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ദേശത്തിന് അനുഗ്രഹമുള്ള ഒരു സാക്ഷികളായി ലോകത്തിൽ ജീവിക്കാനുള്ള ഒരവസരം അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനാൽ സാധ്യമാകുന്നു. ഇത്ര മഹത്വകരമായ ഒരനുഭവം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് പ്രിയരെ. ആ അനുഭവത്താൽ നമ്മെ ഇന്ന് ഈ പ്രഭാതത്തിൽ അതിൽ നിറയപ്പെട്ടവരായി ജീവിക്കുവാൻ തക്കവണ്ണം ഒരു ഉദ്യമനം, ഒരാരംഭം അല്ലെങ്കിൽ ഒരു ചുവടുവയ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രതിദാനം ചെയ്യുമാറാകട്ടെ. God bless you.